ഒരു ക്യാൻസർ രോഗിക്ക് നീതി നിഷേധിച്ചുകൊണ്ട്, അവന്റെ ചികിത്സയുടെ യാത്ര നിഷേധിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന സമരത്തിന്റെ ആശയത്തോട് യോജിക്കാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങൾക്ക് ചോദിക്കാം, ഇതിനു മുമ്പ് രാഷ്ട്രീയ പാർട്ടികൾ സമരം നടത്തിയിട്ടുണ്ടല്ലോ, മത സാമുദായിക സംഘടനകൾ സമരം നടത്തിയിട്ടുണ്ടല്ലോ, ഹർത്താൽ നടത്തിയിട്ടുണ്ടല്ലോ എന്ന്. തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെ അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ അംഗീകരിക്കുന്നില്ല. രോഗത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പറയരുത്. ഒരു രോഗിയോട് അങ്ങനെ പറയരുത്. ഞാൻ ക്യാൻസർ പേഷ്യന്റാ. ദിവസം മുമ്പ് പ്രഖ്യാപിച്ച ഹർത്താലാണ്. ജനങ്ങൾ സഹകരിച്ചാൽ മതിയോ? രോഗം വന്നത് ചോദിക്കണോ? രോഗം വന്നത് ചോദിച്ചിട്ടാണോ നോട്ടീസ് അടിച്ചോ? രോഗം തന്നെ എനിക്ക് പോകാൻ പറ്റണ്ട. എന്റെ ശാരീരിക കാരണം ഇത്രയും പ്രാകൃതമായിട്ട് നമ്മൾ ചിന്തിക്കാൻ പാടില്ലായിരുന്നു. ഒരു ക്രിട്ടിക്കലായി നിൽക്കുന്ന ഒരു രോഗിക്ക്, ആ രോഗിക്ക് ഡോക്ടർ നിശ്ചയിക്കുന്ന കാലയളവിലാണ് അവന് ഹോസ്പിറ്റലിൽ ചെല്ലേണ്ടത്. അവന്റെ കീമോതെറാപ്പിക്ക് ഡേറ്റ് കൊടുക്കുന്നത് അങ്ങനെയാണ്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമില്ലാത്തവരായിട്ട് മാറിയോ? കാരണം ഈ ഒരു ഹർത്താല് കേരള സമൂഹം ഏറ്റെടുത്തിരുന്നു. കേരള സമൂഹം ഒന്നടങ്കം ഇതിനെ അനുകൂലിച്ചിരുന്നു. ആ അനുകൂല നിലപാടുള്ള സമയത്ത് ചില ആളുകൾ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വന്ന് പെരുമാറി ആ ഹർത്താലിനെ പൊളിക്കുവാൻ ശ്രമിച്ചു എന്നുള്ളത് ആ സമരം ചെയ്ത സംഘടനയിലെ ആളുകൾ തന്നെ വിലയിരുത്തേണ്ടതുണ്ട്. കാരണം ഒരുപറ്റം ആളുകൾ അതിൻ്റെ അകത്ത് മിണ്ടാതെ നിൽപ്പുണ്ട്. കാരണം അവർക്ക് ഏതാ പറയുന്നത്, മനസ്സലിവോടെ അവർ പൊയ്ക്കോട്ടെ എന്ന് പറയുമ്പോഴും ചില ആളുകള് അതിൻ്റെ അകത്ത് ബോധപൂർവമായിട്ട് ഷോ കാണിക്കും. ഒരു ക്യാൻസർ രോഗിയോട് അയാൾ എന്ത് ഷോ കാണിക്കാനായിട്ടാണ്? അയാളുടെ ജീവിതം തിരിച്ചു പിടിക്കുവാൻ വേണ്ടി അയാൾ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി കാണും. അവസാനത്തെ കച്ചിത്തുരുമ്പെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഡോക്ടർ നിശ്ചയിച്ചിരിക്കുന്ന ചികിത്സ നേടുവാനും അയാളുടെ കുടുംബത്തെ തിരിച്ചു പിടിക്കുവാനും ചെല്ലുമ്പോൾ, ഒരു നീതിക്ക് വേണ്ടി നമ്മൾ പോരാടുമ്പോൾ മറ്റുള്ളവന്റെ നീതി നിഷേധിച്ചുകൊണ്ടാകരുത് സമരങ്ങൾ നടത്തുന്നത്. നിങ്ങൾ എന്താണോ ആ സമരത്തിൽ ആശയങ്ങൾ ഉന്നയിച്ചത്, ആ സമരത്തിന്റെ ആശയത്തോടൊപ്പം നിലകൊള്ളുന്ന ആളുകളാണ് ഈ കേരള സമൂഹത്തിലെ മുഴുവൻ ആളുകളും. ഈ ഞാനടക്കം പ്രതികരിക്കുകയുണ്ടായി. നിതിൻ രാജിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണം. അതേപോലെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഇനിയും കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന കേരള സമൂഹം. പക്ഷെ ഇവിടെ നിങ്ങൾ ചെയ്തത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതിനെ ന്യായീകരിച്ച് പോസ്റ്റിടുന്ന ആളുകൾ ഉണ്ടാകാം. പക്ഷെ അവരുടെയൊക്കെ മനോനില നമ്മൾ പരിശോധിക്കാതെ പോകരുത്. തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് തന്നെ പറയാൻ പഠിക്കണം. അഞ്ചരക്കണ്ടിയിലെ ദന്തൽ കോളേജിലെ ഡോക്ടർ റാം എന്ന് പറയുന്ന ആളിന്റെ വസതി നിങ്ങൾക്കറിയാമല്ലോ. ഒരാളെങ്കിലും പോയി ഒരു സമരം അതിന്റെ മുമ്പിൽ നിന്ന്, ആ വീടിന്റെ മുമ്പിൽ നിന്ന് സമരം ചെയ്യാൻ തയ്യാറായോ? ആകപ്പാടെ എനിക്ക് തോന്നുന്നു KPMS മാത്രമാണെന്ന് തോന്നുന്നു ആ കോളേജിലേക്ക് ഒരു സമരം നടത്തിയത്. ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും ഒക്കെ സമരം നടത്തി. തീർച്ചയായിട്ടും ഈ സമരത്തെ കുറച്ചു കാണുകയല്ല. ഈ സമരം അനിവാര്യമായിരുന്നു. കേരളത്തിൽ ഈ സമരത്തിന്റെ ആവശ്യകതയുണ്ട്. നിതിൻ രാജിന് നീതി ലഭിക്കണം. ആ ആശയങ്ങൾ സത്യസന്ധമായിട്ടും അതേപോലെ തന്നെ ഏറ്റവും ഗൗരവമാർന്ന ഒരു കാര്യം കൂടി തന്നെ. ഹർത്താലിന്റെ പേരിൽ നടന്ന അതിക്രമവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി അവധിക്കാല ബെഞ്ച് സ്വമേധയാ കേസ് എടുത്തിരിക്കുന്നത്. ജസ്റ്റിസുമാരായ ബസന്ത് ബാലാജി, P. കൃഷ്ണകുമാർ എന്നിവരുടെ അവധിക്കാല ഡിവിഷൻ ബെഞ്ചാണ് കേസ് എടുത്തിട്ടുള്ളത്. ജനജീവിതം തടസ്സപ്പെടരുത് എന്ന കർശന നിർദ്ദേശം കൂടി കോടതി നൽകിയിട്ടുണ്ട്. നമ്മൾ ജനങ്ങളെ അങ്ങനെ തടഞ്ഞു വെച്ചല്ല നമ്മുടെ ആശയങ്ങൾ അവിടെ പ്രചരിപ്പിക്കേണ്ടത്. ആ സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും യാത്ര ചെയ്യുവാൻ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ സമരത്തോട് അനുകൂലിക്കണം. ഞങ്ങളുടെ സമരത്തിന്റെ ഉദ്ദേശം ഇതാണ്, ഞങ്ങളുടെ സമരത്തിന്റെ ആശയം ഇതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവരെ ബോധവൽക്കരിക്കുകയായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ വരുന്ന നെഗറ്റീവ് സൈഡ് മാറ്റി നിർത്തി പോസിറ്റീവായി പോയൊരു രംഗമായി മാറിയേനെ. നിങ്ങൾ ചില ആളുകൾ കാണിച്ച ഇത്തരം അക്രമ സംഭവങ്ങൾ കൊണ്ട് ന്യായമായും അല്ലെങ്കിൽ കേരള സമൂഹം ഒന്നടങ്കം ഏറ്റെടുത്ത ഒരു കാര്യത്തെ തീർച്ചയായിട്ടും ഒരു സമൂഹം ഇപ്പോൾ പഴിക്കുന്നുണ്ടെങ്കിൽ ആ പഴിക്കുന്നതിന് കാരണക്കാർ ഇന്നലെ സമരത്തും ആയിട്ടും ഹർത്താലായിട്ടും ഇറങ്ങി അക്രമ സംഭവങ്ങൾ കാണിച്ച ആളുകൾ തന്നെയാണ്. പക്ഷെ ഹർത്താലിനെ അനുകൂലിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതിന് നീതി ലഭിക്കുക തന്നെ വേണം. ആ നീതിക്കൊപ്പം തന്നെയും നമ്മൾ സമാധാനത്തിന്റെ പാതയിലായിരുന്നു പോകേണ്ടത്. ഇത്തരം അക്രമ സംഭവങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണോ ആരെങ്കിലും നടത്തിയതെന്നുള്ളതും, അതില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണോ എന്നുള്ളതും ആ സംഘടനകളൊന്ന് പരിശോധിച്ചു പോയാൽ നന്നായിരിക്കും എന്നുള്ളതും മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. ഈ ഒരു പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു.